കുഞ്ഞുങ്ങളെ ഗ്ലാക്സയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്നും നന്നായി പഠിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പായി. ക്ലാസ്സിൻ്റെ തിരക്കുകളും അതുമായി ബന്ധപ്പെട്ട യാത്രകളുമൊക്കെ ആയതുകൊണ്ടാണ്. എന്തായാലും ഇന്ന് നമ്മൾ 2025 PSC ചോദിച്ച കണക്കിലെ ചോദ്യങ്ങളുടെ 8ാമത്തെ പാർട്ട് വീഡിയോ ചെയ്യുവാണ്. തുടങ്ങാം. നമുക്ക് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 അങ്ങനെ 30 വരെ പോയിരിക്കുന്നു അല്ലേ? ഈ സീരീസിനെ ഹരിക്കുന്ന 2ൻ്റെ ഏറ്റവും വലിയ പവർ കണ്ടെത്താനാണ് പറയുന്നത്. ചോദ്യം മനസ്സിലായോ? 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ എഴുതി ഗുണിച്ചിരിക്കുക. 30 ഫാക്ടോറിയൽ ആണ് ഇതെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഈ കിടക്കുന്ന സീരീസ് 30 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പം ചോദ്യം ഇതാണ്, 30 ഫാക്ടോറിയലിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ പവർ എത്രയെന്ന് കണ്ടെത്താനാണ്. ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം എത്ര 2ൻ്റെ ഗുണിതങ്ങൾ ഈ സീരീസിനകത്തുണ്ട് എന്ന് ചെക്ക് ചെയ്താൽ പോരായോ? എന്താ, എത്ര 2ൻ്റെ ഗുണിതങ്ങൾ ഈ സീരീസിനകത്തുണ്ട് എന്ന് ചെക്ക് ചെയ്താൽ പോരായോ? അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. 30 ഫാക്ടോറിയലാ, അതിൻ്റെ അകത്ത് എത്ര 2ൻ്റെ ഗുണിതമുണ്ടെന്നറിയാൻ 30നെ 2 കൊണ്ടങ്ങ് ഹരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും 15 2ൻ്റെ ഗുണിതമുണ്ടെന്ന് കിട്ടും. ഓക്കെ ആണോ? അവിടെ വെച്ച് നിർത്തരുത്. ആ കിട്ടിയ ആൻസറിൻ്റെ അകത്ത് 2ൻ്റെ ഗുണിതമുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. എന്ന് പറഞ്ഞാൽ 15ൻ്റെ അകത്ത് വീണ്ടും 2ൻ്റെ ഗുണിതമുണ്ടോ എന്ന് നോക്കുവാണ്. 15ൻ്റെ അകത്ത് 2ൻ്റെ ഗുണിതമുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. വീണ്ടും ഞാൻ പ്രൊസീഡ് ചെയ്യുവാണ്. ഈ 7ൻ്റെ അകത്ത് ഇങ്ങോട്ട് എഴുതാട്ടോ. ഈ 7ൻ്റെ അകത്ത് 2ൻ്റെ ഗുണിതമുണ്ടോ എന്ന് കൺഫേം ചെയ്യുവാണ്. 7ൻ്റെ അകത്ത് 2ൻ്റെ ഗുണിതമുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എഗെയിൻ ദ പ്രോസസ് വിൽ റിപ്പീറ്റ്. ഈ 3ൻ്റെ അകത്ത് 2ൻ്റെ ഗുണിതം ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. 3ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഉണ്ട്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ 2ൻ്റെ ഗുണിതങ്ങളാണ് ഈ കിട്ടിയിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് നോക്കിയേ. 15ഉം 7ഉം 22, 3ഉം 25ഉം 1ഉം 26 2ൻ്റെ ഗുണിതം ഉണ്ടെന്ന് കിട്ടി. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ 30 ഫാക്ടോറിയലിനെ പൂർണ്ണമായി ഹരിക്കാവുന്ന 2ൻ്റെ ഏറ്റവും വലിയ പവർ എത്ര എന്ന് ചോദിച്ചാൽ 26 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കൺഫേം ചെയ്യാം. 30 ഫാക്ടോറിയലിനെ ഉറപ്പായിട്ടും 2⁻26 കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയിരിക്കും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എളുപ്പമല്ലേ? മനസ്സിലായോ അതിൻ്റെ ലോജിക്ക്? എത്ര 2ൻ്റെ ഗുണിതം ഈ 30 ഫാക്ടോറിയലിൻ്റെ അകത്തുണ്ട് അതാണ് ചെക്ക് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഈ പാറ്റേൺ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്താലോ? ശരി, ഒന്ന് നോക്കിയേക്കാം. ചോദ്യം ഇതാണ്. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 എവിടം വരെ പോയിരിക്കുന്നു? 50 വരെ പോയിരിക്കുന്നു. അപ്പോൾ ഈ സീരീസ് എന്തെന്ന് ചോദിച്ചാൽ 50 ഫാക്ടോറിയലാണ് ഈ കിടക്കുന്നത് അല്ലേ? ഇത് 50 ഫാക്ടോറിയൽ, 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചെഴുതിയിരിക്കുക. എന്താ അറിയണ്ടേ? ഈ സീരീസിനെ ഹരിക്കുന്ന 3ൻ്റെ ഏറ്റവും വലിയ പവർ കാണാനാണ് പറയുന്നത്. 3ൻ്റെ ഏറ്റവും വലിയ പവർ. അപ്പം എന്താ നോക്കണ്ടേ? ഈ സീരീസിൻ്റെ അകത്ത് 50 ഫാക്ടോറിയലിൽ എത്ര 3ൻ്റെ ഗുണിതമുണ്ട് എന്ന് ചെക്ക് ചെയ്താൽ പോരെ? അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം എന്താ? ആദ്യം 50നെ 3 കൊണ്ടങ്ങ് ഹരിക്കുക. എത്രയാണ് വരുന്നത്? 16 ഗുണം 3 48 നിങ്ങൾക്കറിയാം. 50ൻ്റെ അകത്ത് എത്ര 3ൻ്റെ ഗുണിതം ഉണ്ടെന്ന് ചോദിച്ചാൽ 16 എണ്ണം ഉണ്ട്. ക്ലിയർ ആണോ? അവിടെ വെച്ച് നിർത്തരുത്, വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഈ 16ൻ്റെ അകത്ത് 3ൻ്റെ ഗുണിതം ഉണ്ടോ? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5 ഗുണം 3 15 നിങ്ങൾക്കറിയാം. വീണ്ടും ഞാൻ നോക്കുന്നു. ഈ 5ൻ്റെ അകത്ത് 3ൻ്റെ ഗുണിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. 5ൻ്റെ അകത്ത് എത്ര 3 ഉണ്ട്? ഒരു 3 ഉള്ളൂ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പം നമുക്ക് കൗണ്ട് എടുക്കാം. 3ൻ്റെ ഗുണിതങ്ങളുടെ കൗണ്ട് 16ഉം 5ഉം 21, 1ഉം 22. അപ്പം നിങ്ങൾ പറ, 30 ഫാക്ടോറിയലിനെ ഹരിക്കാവുന്ന 3ൻ്റെ ഏറ്റവും വലിയ പവർ എത്ര എന്ന് ചോദിച്ചാൽ 22. അപ്പം നമ്മുടെ ആൻസർ 3⁻22. ഓക്കെ ആയോ എൻ്റെ കുട്ടികളെ? ക്ലിയർ ആയോ? ശരി, അടുത്ത ചോദ്യത്തിലോട്ട്. ഈ ഒരു പാറ്റേൺ പുതിയതായിട്ട് വന്നതാ, നേരത്തെ കണ്ടിട്ടില്ല. ഇപ്പം റിസൻറ്റ് പാറ്റേൺ അത് കേട്ടോ. അടുത്ത ചോദ്യം.
16 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു മുറിയുടെ തറ ചതുരശ്ര ടൈലുകൾ കൊണ്ട് മൂടാൻ രാജൻ ആഗ്രഹിക്കുന്നു. ഓരോ ചതുരശ്ര ടൈലിനും 0.5 മീറ്റർ വശമുണ്ടെങ്കിൽ തറ മൂടാൻ ആവശ്യമായ ടൈലിൻ്റെ എണ്ണം കണ്ടെത്താനാ. അപ്പം ആദ്യം നമുക്ക് ടൈലിടേണ്ട റൂമിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ എത്രയെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആ റൂമിൻ്റെ ഏരിയ എത്രയെന്ന് നോക്കാം. എത്രയാ ടോട്ടൽ ഏരിയ? ചോദ്യത്തിൽ പറയുന്നുണ്ട്, ഡയറക്റ്റിങ് തന്നിട്ടുണ്ട് 16 മീറ്റർ സ്ക്വയറാ. ഇനി ടൈലിൻ്റെ കഥ നോക്കിയാലോ. ടൈലിൻ്റെ ഏരിയ എത്രയെന്ന് നമുക്ക് നോക്കാം. ഒരു ടൈൽ ഇട്ടാൽ എത്ര ഭാഗം നിറയും, ഇല്ലെങ്കിൽ ടൈലിൻ്റെ വിസ്തീർണം എത്രയെന്ന് നോക്കാൻ പോവാം. ടൈലിനെ പറ്റി പറയുന്ന കഥ എന്താ? സ്ക്വയർ ടൈലാണ്. അതിൻ്റെ ഒരു വശം എത്രയുണ്ട്? 0.5 ഉണ്ട് അല്ലേ? ഒരു വശം 0.5 സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ? എ സ്ക്വയർ ആണ്. അപ്പോൾ ഈ വശത്തിന് അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? ഈ 0.5നെ സ്ക്വയർ ചെയ്യുക, അതാണല്ലോ ചെയ്യണ്ടേ. ഏരിയ കാണുന്ന ഇക്വേഷൻ എ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 0.5നെ സ്ക്വയർ ചെയ്യുകയാണ്. പോയിൻ്റ് ഒക്കെ ഇട്ടുള്ള കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ 0.5 എന്ന് വെച്ചാൽ എന്താ? അരയല്ലേ? 1/2 അല്ലേ 0.5? അപ്പം 0.5ൻ്റെ സ്ഥാനത്ത് ഞാൻ 1/2 എന്ന് എഴുതിയാലും തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈലിൻ്റെ ഏരിയ എത്ര എന്ന് ചോദിച്ചാൽ 1/2ൻ്റെ സ്ക്വയറാ. 1/2ൻ്റെ സ്ക്വയർ എത്രയാ? 1/4 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി, നമ്മുടെ മുന്നിലുള്ള ഓരോ ടൈലിൻ്റെ ഏരിയ എത്രയെന്ന് ചോദിച്ചാൽ 1/4 മീറ്റർ സ്ക്വയർ ആണ്. ടോട്ടൽ ഏരിയ 16 ആണ്. ഓരോ ടൈലിൻ്റെ ഏരിയ 1/4 മീറ്റർ സ്ക്വയറാ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ തറ കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിക്കുവാണെങ്കിൽ ആകെ എത്ര ടൈല് വേണ്ടി വരും? നമ്പർ ഓഫ് ടൈൽസ് ആണ് കാണേണ്ടത് അല്ലേ? തറ കംപ്ലീറ്റ് ആയിട്ട് മൂടാൻ ആവശ്യമായ ടൈലിൻ്റെ ഏരിയ. ടോട്ടൽ ഏരിയ എത്രയാ കവർ ചെയ്യേണ്ടേ? 16 ആണ്. ഒരു ടൈൽ ഇട്ടാൽ എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും? 1/4 കവർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ടൈലിൻ്റെ ഏരിയ 1/4 അങ്ങനെങ്കിൽ എത്ര ടൈല് വേണമെന്ന് ചോദിച്ചാൽ 16/1/4. ഇതെങ്ങനെയാണ് ചെയ്യുന്നേ? ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ആ 4 റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് മുകളിൽ കയറും. 16 × 4/1 വരും. അപ്പോൾ എത്ര ടൈലാണ് വേണ്ടി വരിക? 64 ടൈല്. ഈ പറയുന്ന ഡൈമെൻഷനിലുള്ള 64 ടൈല് വേണ്ടി വരും ആ റൂം ഫുള്ള് ടൈലിടാൻ. അതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? അപ്പം മറ്റൊന്നുമല്ല, ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഹരിക്കുക. നമുക്ക് നമ്പർ ഓഫ് ടൈൽസ് കിട്ടും, ടൈലിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം. ഒരു മോട്ടോർ ബൈക്ക് 5 ലിറ്റർ പെട്രോളിൽ 210 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ പെട്രോളിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന? കൂടുതൽ കോംപ്ലക്സ് ആക്കാനൊന്നുമില്ല. സിംപിളി എൻ്റെ കുട്ടികളൊന്ന് ചിന്തിക്കുക. 5 ലിറ്റർ പെട്രോൾ ഞാൻ അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടും? 210 കിലോമീറ്റർ ഓടും. നമുക്കറിയേണ്ടത് എന്താ? 1.5 ലിറ്റർ പെട്രോളേ ഉള്ളൂ എങ്കിൽ എത്ര കിലോമീറ്റർ ഓടുമെന്നാണ് അറിയേണ്ടത്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാ. എന്ത് ചെയ്താൽ മതി? ഇവരെ ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ? സിംപിളി ആൻസറിങ് എടുക്കരുതോ? പറ. ഒന്നിച്ച് കിടക്കുന്നവന്മാരെ ഗുണിക്കാൻ പോവാ. 1.5 × 210 ഡിവൈഡഡ് ബൈ ഒറ്റയ്ക്ക് കിടക്കുന്ന സംഖ്യയായ 5. ഇനി നമുക്ക് വെട്ടിക്കളയാലോ. 210നെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 210നെ 5 കൊണ്ട് കട്ട് ചെയ്യാൻ പോവാ ഞാൻ. 210നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 42. എൻ്റെ കുട്ടികൾക്ക് അറിയാമല്ലോ, 42 × 5 ആണല്ലോ 210 അല്ലേ? അപ്പോൾ ഇവിടെ 42 വന്നു. ഓക്കെ ആണോ? അപ്പോൾ ക്യാൻസലേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 1.5 ഉണ്ട് × 42 ഉണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയാലോ. 42 × പോയിന്റ് അവിടെ കിടക്കട്ടെ. 42 × 15 എത്രയാണെന്ന് നോക്കാം. 42 × 5 210. ഒരു 42 630 വരും അല്ലേ? 15 അല്ലല്ലോ, 1.5 അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടാം. നമ്മുടെ ആൻസർ എത്ര കിലോമീറ്റർ ഓടുമെന്ന് ചോദിച്ചാൽ 63 കിലോമീറ്റർ ആണ് 1.5 ലിറ്റർ പെട്രോളിൽ അത് ഓടാൻ പോകുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം.
108 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം ട്രാവൽ ചെയ്യുമെന്ന്. അപ്പം ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, എത്ര ദൂരം സഞ്ചരിക്കും എന്നറിയണം. നമുക്കൊന്ന് നോക്കാം. സ്പീഡ് പറയുന്നുണ്ട്. എൻ്റെ കുട്ടികൾ പറ, എത്രയാ? 108 km/h ആണ് സ്പീഡ്. സമയം തന്നിട്ടുണ്ട് 1 മിനിറ്റ്. നമുക്ക് എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കുന്ന കണ്ടുപിടിക്കേണ്ട. ചോയ്സിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാം മീറ്ററിലാണ്. അപ്പം ആദ്യം തന്നെ km/h ഈ വേഗത ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എൻ്റെ കുട്ടികളെ? മീറ്ററിലേക്ക് മാറ്റണ്ടായോ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ സ്പീഡിനെ മീറ്റർ/സെക്കൻഡിൽ കൊണ്ടുവരാം. എങ്ങനെയത്? km/h കിടക്കുന്ന ഒരു വേഗതയെ മീറ്റർ/സെക്കൻഡിൽ കൊണ്ടുവരാൻ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. 5/80 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം. ഇനി എങ്ങനെ ക്യാൻസലേഷൻ? ഈ 18ഉം നമ്മുടെ 108ഉം അങ്ങ് വെട്ടിപ്പോത്തില്ലേ? എങ്ങനെയാ? 18 ഗുണം 6 ആണ് 108. ബാക്കി എന്ത് വന്നു? 6 ഗുണം 5 30 മീറ്റർ/സെക്കൻഡ് ആണ് ആ ട്രെയിനിൻ്റെ വേഗതയെന്ന് കിട്ടി. ക്ലിയർ ആയോ? km/h കിടന്ന വേഗതയെ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ശരി, ഇനി സമയത്തെ പറ്റി എന്താ പറയുന്നേ? 1 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്ത് ദൂരമാണ് കാണേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ യൂണിറ്റ് സെക്കൻഡ്, ഇവിടെ മിനിറ്റ്. അതൊന്നും പറ്റില്ല, യൂണിറ്റ് സെയിം ആകണം. സെക്കൻഡിൽ തന്നെ സമയം പറയണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? 60 സെക്കൻഡാ. ഇപ്പം യൂണിറ്റ് എല്ലാം സെയിം ആയി. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കാണണ്ടേ? ഡിസ്റ്റൻസ് ആ കാണണ്ടേ. ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എന്താ? സ്പീഡിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ മതി, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും അല്ലേ? അങ്ങനെങ്കിൽ ഈ ചോദ്യത്തിൽ ഡിസ്റ്റൻസ് കാണാനായിട്ട് സ്പീഡായ 30 ഗുണം സമയമായ 60, നമ്മുടെ ആൻസർ 1800 മീറ്റർ. ക്ലിയർ ആയോ? ആ ട്രെയിൻ 1800 മീറ്റർ ആണ് ഈ പറഞ്ഞ സമയം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എളുപ്പമല്ലേ? യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല, സിമ്പിളാന്നേ. അടുത്ത ചോദ്യത്തിലോട്ട് ചെല്ലട്ടെ. അടുത്ത ചോദ്യം. ഒരു ടാങ്കിൽ 3/5 പാർട്ടിൽ വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൻ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന്. അപ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി. സിമ്പിളി ആ ഫ്രാക്ഷൻ്റെ മീനിങ് ഒന്ന് കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് കരുതുക. 1 2 3 4 വേണ്ടേ? ഇങ്ങനെ 5 പാർട്ടുള്ളൊരു ടാങ്കാണ് അല്ലേ? ഇതാണ് ടോട്ടൽ. അപ്പം 5 പാർട്ടുള്ള ടാങ്കാ. അതിൻ്റെ എത്ര പാർട്ട് നിറഞ്ഞ കഥയാ? 3 പാർട്ട് നിറഞ്ഞു. ഇതേണ്ട ഈ 3 പാർട്ട് നിറഞ്ഞ കഥയാ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 5 ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 5 പാർട്ടുണ്ട്, അതിൽ 3 പാർട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി നിറയാൻ എത്ര കൂടെ ബാക്കിയുണ്ട്? 2 പാർട്ട്. ഇതേണ്ട ഈ 2 പാർട്ട് നിറഞ്ഞിട്ടില്ല, 2 പാർട്ടും കൂടെ നിറയാനുണ്ട്. ചോദ്യത്തിൽ പറയുന്നു 80 ലിറ്റർ വെള്ളം ആഡ് ചെയ്തപ്പോൾ അത് നിറഞ്ഞു എന്ന് പറയുന്നു. അപ്പം എൻ്റെ കുട്ടികൾക്ക് എന്ത് മനസ്സിലായി? ഈ 2 പാർട്ട് നിറയാൻ ആവശ്യമായ വെള്ളമാണ് 80 ലിറ്റർ. 2 പാർട്ടും കൂടെ നിറയാനുള്ളതെന്ന് മനസ്സിലായി. 80 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ 2 പാർട്ട് നിറയാൻ ആവശ്യമായ വെള്ളമാണ് 80 ലിറ്റർ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? എന്താ കണ്ടുപിടിക്കണ്ടേ? ആ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ? ടോട്ടൽ കപ്പാസിറ്റി എത്രയാ? എത്ര പാർട്ടുണ്ട്? 5 പാർട്ടുള്ള ടാങ്കാ. അപ്പം ഈ 5 പാർട്ടും നിറയാൻ ആവശ്യമായ വെള്ളമാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അത് തന്നെയാണ് ആ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 5 × 80/2. 80 2 കൂടെ വെട്ടിപ്പോവും. 5 × 40. നമ്മുടെ ആൻസർ ആ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ 200 ലിറ്റർ ആണ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇപ്പം ഈ 2025 ടാങ്ക്, വാട്ടർ, ഇതിലെ ചോദ്യങ്ങൾ ഒരുപാട് വന്നു. പണ്ട് തൊട്ടേ ഇമ്പോർട്ടൻ്റ്, ഇപ്പോഴും അത് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഈ ചോദ്യം ഇപ്പം 2025 ചോദ്യം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്താ പറയുന്നത്? 36 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം എന്താ പറയുന്നത്? 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 നിറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷനിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാം മൊത്തം എത്ര പാർട്ടുള്ള ടാങ്കാ? 4 പാർട്ടുള്ള ടാങ്കാ. ഈ 4 പാർട്ടിൽ എത്ര വെള്ളം കൊള്ളും? 36 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എഴുതി വെക്കാം, 4 പാർട്ട് നിറയാൻ ആവശ്യമായ വെള്ളമാണ് 36 ലിറ്റർ.
ഒന്നും കൂടെ 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റിയാണ് 36 ലിറ്റർ എന്ന് മനസ്സിലാക്കുക എൻ്റെ കുട്ടികൾ. 3/4 എന്നൊരു ഫ്രാക്ഷൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ടാങ്കിൽ ടോട്ടൽ എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 പാർട്ടുള്ള ഒരു ടാങ്കാണ്. ആ 4 പാർട്ട് നിറയാൻ ആവശ്യമായ വെള്ളമാണ് 36 ലിറ്റർ. അങ്ങനെങ്കിലേ 3/4 നിറഞ്ഞെന്നല്ലേ. അപ്പം ഈ 3 പാർട്ട് നിറയണമെങ്കിൽ ആകെ എത്ര വെള്ളം ആ ടാങ്കിൽ കയറണം എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ക്രോസ് ചെയ്യാൻ പോവാ ഞാൻ. 3 × 36/4. 4 36 കൂടെ വെട്ടിപ്പോ 9 വെച്ച് 9 × 3 27 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? കഴിഞ്ഞ ചോദ്യം ചെയ്തതിന് സിമിലർ ആയിട്ട് ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 27 ലിറ്റർ വെള്ളം കയറുമ്പോഴാണ് ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറയുന്നത്. 3/4 നിറയുന്നത്, 3 പാർട്ട് നിറയുന്നത്. 3 പാർട്ട് നിറയാൻ ആവശ്യമായ വെള്ളമാണ് 27 ലിറ്റർ. ഇനി ചോദ്യത്തിലൊന്ന് ശ്രദ്ധ കൊടുത്തേ. ടാങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വെള്ളമുണ്ട്. അത് എനിക്ക് എത്ര എന്ന് അറിയത്തില്ല. എക്സ് എന്ന് വല്ലോ ഞാനൊന്ന് എടുത്തോട്ടെ. ടാങ്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ X ലിറ്റർ വെള്ളമുണ്ടായിരുന്നു. ശരി, ഇനി അതിൻ്റെ പുറത്തോട്ട് എത്ര കയറ്റി? 20 ലിറ്ററും കൂടെ കയറ്റി. അപ്പോൾ ഈ എക്സിൻ്റെ പുറത്തോട്ടാണ് 20 ലിറ്റർ വെള്ളവും കൂടെ കയറ്റിയത്. അപ്പോഴാണ് 3/4 പാർട്ട് നിറഞ്ഞത്. നമ്മൾ പറയുന്നു 3/4 നിറയാൻ 27 ലിറ്റർ വേണമെന്ന്. ചോദ്യത്തിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് എക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു 20 ലിറ്ററും കൂടെ ചേർത്തപ്പോഴാണ് 3/4 നിറഞ്ഞത്. അപ്പം നമുക്ക് എഴുതി വെക്കാം. എക്സ് + 20 ആണ് 27. ക്ലിയർ ആയോ? ആദ്യം എത്രയുണ്ടോ അതിൻ്റെ കൂടി 20 കൂടെ ചേർന്നപ്പോഴാണ് ടാങ്കിൻ്റെ 3/4 നിറഞ്ഞത്. 3/4 നിറയാൻ എത്ര വേണം? നമ്മളത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. 27 വേണം. അപ്പോൾ X + 20 വിലയാണ് 27. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്രയാ? ആദ്യം ആ ടാങ്കിൽ എത്ര വെള്ളമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 27 - 20 7 ലിറ്റർ വെള്ളം ആദ്യം ആ ടാങ്കിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? നല്ലൊരു ചോദ്യമാണ്. ഒന്ന് മനസ്സിലാക്കി മാത്രം അത് ചെയ്താൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി എന്നേ. 4 പാർട്ട് നിറയാൻ 36 വെള്ളം. അങ്ങനെയെങ്കിൽ 3 പാർട്ട് നിറയാൻ എത്ര വെള്ളം വേണം? 27 വെള്ളം വേണം. ആദ്യം ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ 20 കൂടെ ഒഴിച്ചപ്പോഴാണ് ഈ 27 ഇക്വലൻ്റ് ആയത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 27 - 20 7 ലിറ്റർ. ക്ലിയർ ആയോ? മുന്നോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 304 രൂപ 50 പൈസയും അതേ കാലയളവിലേക്കുള്ള സാധാരണ പലിശ 290 രൂപയാണ്. അങ്ങനെയെങ്കിൽ പലിശ നിരക്ക് കാണാനാണ്. ഷോർട്ട് കട്ട് ഇക്വേഷൻ ഞാൻ പറയാം, എന്നാലും അതിന് മുമ്പ് ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ലോജിക്ക് മറ്റൊന്നുമല്ല, 2 വർഷത്തേക്ക് കിട്ടിയ സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് 290 പറയുന്നു. അങ്ങനെങ്കിൽ ആദ്യം ഓരോ വർഷവും എത്ര പലിശ കിട്ടിക്കാണും? 290 / 2 145 രൂപ. ഒന്നും കൂടെ, 2 വർഷത്തെ സാധാരണ പലിശ 290 എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കിട്ടിയ പലിശ എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പകുതിയാണ് 145. ഇനി നിങ്ങൾക്കറിയാം, ആദ്യത്തെ വർഷം 145 സാധാരണ പലിശ കിട്ടിയെങ്കിൽ ഉറപ്പാണ് അത്രയും തന്നെ കൂട്ടുപലിശയും കിട്ടും. ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാം വർഷം തൊട്ടാണ് ഇതിൽ ചേഞ്ച് വരുന്നത് അല്ലേ? ആദ്യത്തെ വർഷം എന്തായാലും ഇവർ സെയിമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 145 ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 145 തന്നെ. ഇനി 2ാമത്തെ വർഷമാണ് ചേഞ്ചസ് വരുന്നത്. പലിശയുടെ പുറത്ത് പലിശ വരും. ഇനി ചിന്തിക്കുക, എന്ത് ചേഞ്ചാണ് വന്നത്? സാധാരണ പലിശ 290 കിട്ടിയ സ്ഥാനത്ത് കൂട്ടുപലിശ 304 രൂപ 50 പൈസ കിട്ടി. എന്ന് വെച്ചാൽ എത്ര രൂപ കൂടുതൽ കിട്ടി? ഒരു 14 രൂപ 50 പൈസ കൂടുതൽ കിട്ടി. ഒന്നും കൂടെ, 2 വർഷം കൊണ്ട് കിട്ടിയ സാധാരണ പലിശ 290, കൂട്ടുപലിശ 304 രൂപ 50 പൈസ. എന്ന് വെച്ചാൽ എത്ര എക്സ്ട്രാ കിട്ടിയെന്ന് വെച്ചാൽ ഒരു 14 രൂപ 50 പൈസ എക്സ്ട്രാ കിട്ടി. ഇത് എവിടുന്ന് വന്നതാ? ആ ഒരു ചേഞ്ച് വരാൻ എന്താ റീസൺ മറ്റൊന്നുമില്ല. കൂട്ടുപലിശയുടെ പ്രത്യേകത പലിശയുടെ പുറത്ത് പലിശ കയറും അല്ലേ? ആദ്യത്തെ വർഷത്തെ പലിശ 145 നമുക്കറിയാം. ഈ 145ന്റെ പുറത്ത് പലിശ കയറുന്നതാണ്, ഈ പലിശയുടെ പുറത്ത് പലിശ കയറുന്നതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നേ. അപ്പം 14 രൂപ 50 പൈസ എന്ന ഡിഫറൻസ് 145 എന്ന
പലിശയുടെ എത്ര ശതമാനം എന്ന് കണ്ട ആൻസർ ആയില്ലേ എൻ്റെ കുട്ടികളെ? 14 രൂപ 50 പൈസ എന്ന ഡിഫറൻസ് 145 എന്ന ആദ്യത്തെ വർഷത്തെ പലിശയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടാൽ പോരെ? പരിപാടി ഇവിടെ കഴിഞ്ഞില്ലേ? 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 1450 ആവും. 1450 ഭാഗം 145. ഇവിടുത്തെ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 10%. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ ലോജിക്ക്. ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിമാണ്. രണ്ടാമത്തെ വർഷം ഡിഫറൻസ് വരും. ഡിഫറൻസ് വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പലിശയുടെ പുറത്ത് പലിശ കയറുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറയാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പലിശ നിരക്ക് കാണാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ഷോർട്ട് കട്ട് മറ്റൊന്നുമല്ല, തന്നിരിക്കുന്ന പലിശകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അതാണ് ആദ്യത്തെ ജോലി. എന്താ? തന്നിരിക്കുന്ന പലിശകൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഡിഫറൻസ് കാണുക ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി. ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി. പലിശ നിരക്കാണ്, ശതമാനത്തിലാണ് കാണേണ്ടത്. അതുകൊണ്ട് ഒരു ഇൻറ്റു 100 വേണം എന്നുള്ള കാര്യം മറക്കണ്ട. ഇതാണ് ഷോർട്ട് കട്ട് ഇക്വേഷൻ. ലോജിക്ക് ചിന്തിക്കാൻ മടിയുള്ളവർ ഈ ഇക്വേഷൻ ഓർത്തു വെച്ചാലും മതി. ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100 ചെയ്തു നോക്കണോ? ഒന്ന് നോക്കിയേക്കാം. ഡിഫറൻസ് എത്രയാ? വേണ്ട, ഞാൻ താഴെ എഴുതാം. ഡിഫറൻസ് എത്രയാ? 14 രൂപ 50 പൈസ. സാധാരണ പലിശ എത്ര ആയിരുന്നു? 290. 290ൻ്റെ പകുതി ഇൻറ്റു 100. അത് തന്നെ അല്ലേ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റെപ്പ്? 14 രൂപ 50 പൈസ ഡിവൈഡഡ് ബൈ 290ൻ്റെ പകുതി എന്ന് വെച്ചാൽ 145 ഇൻറ്റു 100. 10% തന്നെ കിട്ടും. ഒന്നുകിൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ലോജിക്ക്, ഏതാണെന്ന് വെച്ചാൽ വൃത്തിക്ക് പഠിച്ചു വെക്കും എൻ്റെ കുട്ടികൾ കേട്ടോ. മുന്നോട്ട് പോയിക്കോട്ടെ. ശരി. ഒരു ബാഗിൽ 2 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും നാണയങ്ങളുടെ 785 രൂപ ടോട്ടൽ മൂല്യമുണ്ട്. ആ നാണയങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 6:9:10. അങ്ങനെയെങ്കിൽ 5 രൂപ നാണയത്തിൻ്റെ എണ്ണമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5 രൂപ നാണയത്തിൻ്റെ എണ്ണമാണ് അറിയേണ്ടത്. 5 രൂപ നാണയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9 അല്ലേ? അതിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, ഉറപ്പായിട്ടും നമ്മുടെ ആൻസർ 9ൻ്റെ ഒരു ഗുണിതമായിരിക്കും. ഒന്നും കൂടെ, 5 രൂപ നാണയത്തിൻ്റെ കറക്റ്റ് എണ്ണമാണ് അറിയേണ്ടത്. 5 രൂപ നാണയത്തിൻ്റെ റേഷ്യോ 9. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആൻസർ 9ൻ്റെ ഒരു ഗുണിതമായിരിക്കും. ഇവിടെ 9ൻ്റെ ഗുണിതമായിട്ട് ഒരേ ഒരു സംഖ്യ ഉള്ളൂ, അത് 45. നമ്മുടെ ആൻസർ 45 കാൽക്കുലേഷൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും എൻ്റെ കുട്ടികൾ പഠിക്കണം. ഞാനതങ്ങനെ പറഞ്ഞെന്ന് വെച്ച് പഠിക്കാതിരിക്കരുത്. നമ്മൾ പ്രോപ്പർ പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച്, ആൻസർ ഇവിടെ 45 ഒറ്റ സ്റ്റെപ്പിൽ പറയാം, എങ്കിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം നോക്കുക, പേഴ്സിലുള്ള നാണയങ്ങൾ 2 രൂപ നാണയമുണ്ട്, 5 രൂപ നാണയമുണ്ട്, 10 രൂപ നാണയമുണ്ട്. ഓക്കെ ആണോ? അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 6:9:10. ഞാൻ അത് തന്നെയാണ് എണ്ണം എന്നും പറഞ്ഞൊന്ന് പ്രൊസീഡ് ചെയ്യാൻ പോവാം. എന്താ? റേഷ്യോ തന്നിരിക്കുന്നത്, എന്നാലും അത് തന്നെയാണ് എണ്ണം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 രൂപയുടെ 6 നാണയമുണ്ട്, 5 രൂപയുടെ 9 നാണയമുണ്ട്, 10 രൂപയുടെ 10 നാണയമുണ്ട് എന്നുള്ള ഒരു അസംഷനിൽ ഞാൻ മുന്നോട്ട് പോവാം. ഇതൊന്നും ഒരിക്കലും എണ്ണമല്ല, റേഷ്യോ എന്നൊക്കെ നമുക്കറിയാം. എന്നാലും കാൽക്കുലേഷൻ്റെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി അത് തന്നെയാണ് എണ്ണം എന്നും പറഞ്ഞ് ഞാനൊന്ന് പ്രൊസീഡ് ചെയ്യുക. അങ്ങനെങ്കിൽ ഈ ഒരു കണക്കനുസരിച്ച് ആ പേഴ്സിൽ ആകെ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പറ. 2 രൂപയുടെ 6 നാണയം എന്ന് വെച്ചാൽ 2 × 6 12 രൂപ. 5 രൂപയുടെ 9 നാണയം എന്ന് വെച്ചാൽ 5 × 9 45 രൂപ. 10 രൂപയുടെ 10 നാണയം എന്ന് വെച്ചാൽ 10 × 10 100 രൂപ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കണക്കനുസരിച്ച് എൻ്റെ പേഴ്സിൽ ആകെ എത്ര രൂപ ഉണ്ടാകണം? 100, 45, 12, 157 രൂപ എൻ്റെ പേഴ്സിൽ ഉണ്ടാകണം. ഓക്കെ ആണോ? ഈ പറയുന്ന റേഷ്യോ തന്നെയാണ് എണ്ണം എന്നുള്ള അസംഷനിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ എൻ്റെ പേഴ്സിൽ 157 രൂപ ഉണ്ടാകണം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പേഴ്സിൽ എത്ര രൂപ ഉണ്ട്? 785 ഉണ്ട്. അപ്പം നമുക്ക് എഴുതി വെക്കാം, 157 എന്ന ടോട്ടൽ ക്യാഷിൻ്റെ കറക്റ്റ് വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ 785.
നമ്മൾ പറയുന്നു 157, ചോദ്യം പറയുന്നു 785. ക്ലിയർ ആയോ? അങ്ങനെങ്കിൽ എന്താ അറിയണ്ടേ? 5 രൂപ നാണയത്തിൻ്റെ കറക്റ്റ് എണ്ണം. 5 രൂപ നാണയത്തിൻ്റെ എണ്ണം 9 പറഞ്ഞ് നമ്മൾ ഇരിക്കുക. അപ്പോൾ ആ 9ൻ്റെ കറക്റ്റ് വാല്യൂ എത്ര എന്നാ അറിയണ്ടേ? കഴിഞ്ഞ പരിപാടി 157 ടോട്ടൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ യഥാർത്ഥ വില 785. 157 ടോട്ടൽ വന്നേ 5 രൂപ നാണയത്തിൻ്റെ എണ്ണം 9 എന്ന് അസ്യൂം ചെയ്തപ്പോഴാണ്. അപ്പോൾ 9ൻ്റെ യഥാർത്ഥ വില എത്രയാണ്, കറക്റ്റ് എത്രയുണ്ട് എന്ന് നോക്കാൻ പോവാ. എന്ത് ചെയ്താൽ മതി? അവിടെ കയറി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 9 ഗുണം 785 ഡിവൈഡഡ് ബൈ 157. കാണുമ്പം വലിയ വാല്യൂസ് ഒക്കെയാണ്, പക്ഷെ ഒന്നുമില്ല. 157 കയറി ഇവനെ വെട്ടിക്കളയും. 157 ഗുണം 5 ആണ് 785. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? 9 ഗുണം 5 45. ഇവിടെ 5 രൂപ നാണയത്തിൻ്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 45 5 രൂപ നാണയങ്ങളുണ്ട്. ക്ലിയർ ആയോ? 2 രൂപ നാണയത്തിൻ്റെ കറക്റ്റ് എണ്ണം ചോദിച്ചിരുന്നെങ്കിലോ ഇവിടെ നമ്മൾ 6 ഇട്ട് കൊടുത്തേനെ. 10 രൂപ നാണയത്തിൻ്റെ കറക്റ്റ് എണ്ണം ചോദിച്ചിരുന്നെങ്കിലോ ഇവിടെ നമ്മൾ 10 ഇട്ടിട്ട് ക്രോസ് ചെയ്ത് കണ്ടുപിടിച്ചേനെ. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യങ്ങളിലേക്ക് പോയാലോ എൻ്റെ കുട്ടികളെ? ക്ലിയർ ആണല്ലോ ഇത്രയും? ശരി, നമ്മൾ മുന്നോട്ട് പോകുന്നു. 400 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി എതിർദിശയിൽ നിന്ന് സമാന്തര പാതയിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയെ മറികടക്കാൻ 15 സെക്കൻഡ് എടുക്കും. നീളമുള്ള തീവണ്ടിയുടെ വേഗത കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. 2 ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 ട്രെയിനിൻ്റെ നീളം ഒന്നിച്ച് കൺസിഡർ ചെയ്യണം. ആദ്യത്തെ ട്രെയിനിൻ്റെ നീളം 400, അടുത്ത ട്രെയിനിൻ്റെ നീളം 300. അപ്പം ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 700 മീറ്റർ ആണ്. ഓക്കെ ആണോ? ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് പോകാൻ, മറികടന്ന് പോകാൻ എത്ര സമയം എടുത്തു എന്ന് പറയുന്നുണ്ട്. 15 സെക്കൻഡ് എടുത്തു എന്ന് ചോദ്യം നമ്മളോട് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. എൻ്റെ കുട്ടികൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. സ്പീഡ് ഇൻഡിക്കേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇവിടെ 700, ടൈം ഇവിടെ 15. അപ്പോൾ 700/15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ചോദ്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ വേഗത കണ്ടുപിടിക്കേണ്ട കിലോമീറ്റർ പെർ അവറിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിറ്റ് മാറ്റണ്ടായോ? യൂണിറ്റ് മാറ്റിയാലോ? എൻ്റെ കുട്ടികൾ പറ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? 18/5 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് നമ്മൾ പഠിച്ചതാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, ക്യാൻസലേഷൻ നോക്കാം. ഒന്ന് ശ്രദ്ധിച്ച് പറയണം. ഈ 5 കയറി 700നെ വെട്ടും അല്ലേ? 5 ഗുണം 140 700 എന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാമല്ലോ. പിന്നെ എങ്ങനെയാണ് ക്യാൻസലേഷൻ? 3 വെച്ച് ഇവന്മാരെ 2 പേരെയും വെട്ടട്ടെ ഞാൻ. 18നെ 3 വെച്ച് വെട്ടാൻ പോവുകയാണ്. 15നെ 3 വെച്ച് വെട്ടാൻ പോവാ. പറ. 18നെ 3 വെച്ച് വെട്ടിയാൽ എത്രയാ? 6. 15നെ 3 വെച്ച് വെട്ടിയാൽ എത്രയാ? 5. ഓക്കെ ആണോ? ഇനി ആ 140നെ 5 കൊണ്ട് ഹരിക്കരുത്. അതോ ഈ കിട്ടിയത് എടുത്ത് എഴുതണോ? വേണ്ടാലോ, ഞാൻ ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞോട്ടെ. ഈ 140 5 തമ്മിൽ വെട്ടിപ്പോവും അല്ലേ? 140നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 28. 28 ഗുണം 5 അല്ലേ 140. അപ്പം ബാക്കി എന്ത് വന്നു? 140 എല്ലാം കൂടെ വെട്ടി അവിടെ കുളവാക്കുന്നില്ല ഞാൻ, ഇതങ്ങ് എഴുതിക്കോട്ടെ. 140നെ 5 കൊണ്ട് ഹരിച്ചാൽ 28, പിന്നെ ഒരു 6 ഉണ്ട്. അപ്പോൾ 28 ഗുണം 6. വേഗത നമുക്ക് കിട്ടുകയാണ് 168 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത്ര ഓക്കെ ആണോ? ഈ വേഗത എന്ന് പറയുന്നത് ആപേക്ഷിക വേഗതയാണ്, റിലേറ്റീവ് സ്പീഡാണ്. ഇവിടെ നോക്കുക, ട്രെയിനിൻ്റെ ഡയറക്ഷനെ പറ്റി എന്താ പറയുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 2 ട്രെയിനും പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആപേക്ഷിക വേഗത കാണാൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആപേക്ഷിക വേഗത എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 ട്രെയിനിൻ്റെയും വേഗതകൾ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. അപ്പം 2 ട്രെയിനിൻ്റെയും വേഗതകൾ തമ്മിൽ കൂട്ടി വെക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ആൻസറായ 168 കിട്ടേണ്ടത്. ഓക്കെ ആണോ? ചോദ്യത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ ട്രെയിനിൻ്റെ വേഗത നമുക്കറിയില്ല, നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ വേഗത 60 ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രെയിനിൻ്റെ വേഗതയ്ക്കൊപ്പം നീളം കൂടിയ ട്രെയിനിൻ്റെ വേഗതയ്ക്കൊപ്പം 60 കൂട്ടുമ്പോഴാണ് 168 കിട്ടേണ്ടത്. അങ്ങനെങ്കിൽ ആ വേഗത എത്ര എന്ന് ചോദിച്ചാൽ
168 മൈനസ് 60. നമ്മുടെ ആൻസർ 108 km/h ആണ് ആ ട്രെയിനിൻ്റെ വേഗത. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? സംഭവം സിമ്പിളാണ്. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. സ്പീഡ് കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആപേക്ഷിക വേഗതയുടെ ഇക്വേഷൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വേഗതകളെ തമ്മിൽ കൂട്ടിയാൽ ആപേക്ഷിക വേഗത കിട്ടുമെന്ന ലോജിക്കും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിച്ചോണം. km/h ആൻസർ വേണമെന്ന് ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൺവെർഷൻസ് വേണ്ടെടുത്ത് കൺവെർഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, നിങ്ങളെ ചോദ്യം ഇതാണ്: എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിലല്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ലീനിയർ ഇക്വേഷൻസിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസിൽ ഇല്ലാത്ത എങ്കിൽ കൂടി നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലോ സിംപ്ലിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലോ മെൻ്റൽ എബിലിറ്റിയിലോ ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാ. അപ്പോൾ ഒന്നുമില്ല, 5x + 8y എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്ത ഏറ്റവും വലിയ സംഖ്യ കാണാനാ. ഇങ്ങനെയുള്ള ചോദ്യത്തിൽ സിംപിളി ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. 5x + 8y എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്തവരെ പറ്റിയാ അല്ലേ? നിങ്ങളുടെ ശ്രദ്ധ ആ കോയിഫിഷ്യൻറ്റുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ 5ലേക്കും 8ലേക്കും പോവുക. ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. ആ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എൻ്റെ കുട്ടികൾ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് ഇതാണ്. കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ ഗുണിക്കുക, തുക അതിൽ നിന്നും കുറയ്ക്കുക. എന്താ? കോയിഫിഷ്യൻസ് തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ തുക അതിൽ നിന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോയിഫിഷ്യൻ്റ് 5 8. ആദ്യത്തെ സ്റ്റെപ്പ് 5 × 8 മൈനസ് പിന്നെന്താ ഞാൻ പറഞ്ഞേ, അതിൻ്റെ സം അതിൽ നിന്ന് കുറയ്ക്കാനാണ് പറഞ്ഞത്. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 40 - 8 5 13. 40 നിന്ന് 13 പോയാൽ നമ്മുടെ ആൻസർ 27. ക്ലിയർ ആയോ? അപ്പോൾ 5x + 8y എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് 27 എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മതി. പ്രൊഡക്റ്റ് മൈനസ് സമ്മാണ്. ആരുടെ പ്രൊഡക്റ്റ്? ആരുടെ സമ്മ്? കോയിഫിഷ്യൻസിൻ്റെ പ്രൊഡക്റ്റ് മൈനസ് കോയിഫിഷ്യൻസിൻ്റെ സമ്മ്. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾ? മുന്നോട്ട് പോകാം നമുക്ക്. ശരി, ശ്രദ്ധിക്കാം. AB എന്നീ 2 പട്ടണങ്ങൾ തമ്മിൽ 120 കിലോമീറ്റർ അകലമുണ്ട്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് 55 km/h വേഗതയിൽ പോകുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് 45 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അവ എപ്പോൾ കണ്ടുമുട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എന്തൊക്കെയാ പറയുന്നത്? 55. ശരി, എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചേ. ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പം ആപേക്ഷിക വേഗത കാണുന്ന ഇക്വേഷൻ 2 വേഗതകൾ തമ്മിൽ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആപേക്ഷിക വേഗത കിട്ടും. ഒരാളുടെ വേഗത 55, ഒരാളുടെ വേഗത 45. അപ്പോൾ ആപേക്ഷിക വേഗത എത്ര എന്ന് ചോദിച്ചാൽ 100 km/h ആണ്. പിന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഈ എ മുതൽ ബി വരെയുള്ള ദൂരം എത്ര എന്ന് പറയുന്നുണ്ട്? 120 km ആണെന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റൻസും ഉണ്ട്, സ്പീഡും അവൈലബിളാ. എന്താ എൻ്റെ കുട്ടികളെ കണ്ടുപിടിക്കേണ്ടത്? എപ്പോൾ കണ്ടുമുട്ടും? സമയമാ കാണേണ്ടത്. ഇക്വേഷൻ പറ. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ? ഡിസ്റ്റൻസും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിലുണ്ട്, സ്പീഡും മുന്നിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പം ടൈം കാണാൻ ഡിസ്റ്റൻസായ 120 ÷ 100. 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതിയല്ലോ. 1.2 യൂണിറ്റ് എന്താ? സ്പീഡ് മണിക്കൂറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് 1.2 മണിക്കൂർ എന്ന് കിട്ടും. നിർഭാഗ്യവശാൽ ചോയ്സിൻ്റെ അകത്ത് അതൊന്നും ഇല്ലല്ലോ. ചോയ്സ് എല്ലാം മിനിറ്റിലാണ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഇവനെ മിനിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യണം. എൻ്റെ കുട്ടികൾക്കറിയാം 1 മണിക്കൂർ 60 മിനിറ്റാണ്. അപ്പോൾ ഈ 1.2 അവർ എത്ര മിനിറ്റ് എന്ന് കാണാൻ 1.2 × 60 അങ്ങ് ചെയ്താൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? അത് മിനിറ്റിലാകത്തില്ലേ? 12 × 6 അങ്ങ് ചെയ്താൽ പോരെ? ഒരു സ്ഥാനം മാറ്റുമ്പം 12 × 6 എത്രയാത്? 72 മിനിറ്റ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? എളുപ്പമല്ലേ? പറഞ്ഞോട്ടെ. അപ്പോൾ ആപേക്ഷിക വേഗതയുടെ ലോജിക്കും വേണം, ടൈം കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. ശരി, അടുത്ത ചോദ്യം.
150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിൽ 6 km/h വേഗതയിൽ ഓടുന്ന ഒരു വ്യക്തിയെ മറികടക്കാൻ എത്ര സമയമെടുക്കുമെന്ന്. അപ്പം എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ആപേക്ഷിക വേഗത കാണാൻ കൂട്ടിവെക്കുക. ഇവിടെ ചോദ്യത്തിൽ എടുത്തു പറയുന്നു അതേ ഡയറക്ഷൻ സെയിം. അപ്പം എൻ്റെ കുട്ടികൾ പറയൂ, ആപേക്ഷിക വേഗത കാണാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? വേഗതകളെ തമ്മിൽ കുറച്ചു വെക്കണം. ട്രെയിനിന്റെ വേഗത 72, ഓടിക്കൊണ്ടിരിക്കുന്ന ആളുടെ വേഗത 6. അപ്പൊ ഇവിടുത്തെ ആപേക്ഷിക വേഗത എത്ര എന്ന് ചോദിച്ചാൽ 66 km/h എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണേണ്ട സമയമെല്ലാം സെക്കൻഡിലല്ലേ കിടക്കണ്ടേ? അപ്പൊ എന്തായാലും യൂണിറ്റ് മാറ്റേണ്ടി വരും. 66 km/h മീറ്റർ/സെക്കൻഡിലേക്ക് ഞാൻ അങ്ങ് കൺവെർട്ട് ചെയ്തിടുക. 5/8 കൊണ്ട് ഗുണിച്ചാൽ അത് എന്തിലാകും? മീറ്റർ/സെക്കൻഡിലാകും. വെട്ടാനൊന്നും പോണ്ട, അവിടെ നിന്നോട്ടെ. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് ട്രെയിനിന്റെ നീളം 150 മീറ്ററാണ്. നമുക്കറിയാം ഒരു വ്യക്തിയെ മറികടക്കുന്ന ചോദ്യങ്ങളിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന ട്രെയിനിന്റെ നീളമാ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചാൽ 150 മീറ്ററാ. എന്താ കണ്ടുപിടിക്കണ്ടേ? ടൈമാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാ, രണ്ടും ഇവിടെ അവൈലബിളാ. ഡിസ്റ്റൻസ് 150. ഇനി സ്പീഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതാൻ പോവാം. സ്പീഡ് എത്ര? 66 × 5/18. അത് കറങ്ങി മേളി വരത്തില്ലേ? റൊട്ടേറ്റ് ചെയ്ത് മോളിൽ കയറും. 5/18 അത് റൊട്ടേറ്റ് ചെയ്ത് മോളിൽ കയറും. അത്രേ ഉള്ളൂ. ഇനി ക്യാൻസലേഷൻ നോക്കിയാലോ? പറ. 5 150 വെട്ടിക്കളയാം. 5 × 30 150. പിന്നെ എങ്ങനെയാ? 6 വെച്ച് ഞാൻ ഇവരെ രണ്ടുപേരും ഒന്ന് വെട്ടിക്കോട്ടെ. എങ്ങനെയാ? 6 വെച്ച് ഇവരെ രണ്ടുപേരെയും വെട്ടാൻ പോവാ. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 66നെ 6 കൊണ്ട് ഹരിച്ചാൽ 11. ഇനി ക്യാൻസലേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 30 × 3 90, 90/11 സെക്കൻഡ് എന്ന് കിട്ടും. ചോയ്സിൻ്റെ അകത്തെല്ലാം പോയിന്റില്ല. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഹരിച്ചു നോക്കി തന്നെ കഥ പറയാം. 90നെ 11 കൊണ്ട് ഹരിക്കുക. 11 8 88, ശിഷ്ടം 2. ഒരു പോയിന്റ് ഇടുമ്പോൾ അത് 0 ഒരു 11 11. 9 താഴോട്ട് വരും. എഗെയിൻ 11 8 88. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 8.18 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി അതിനെ റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര എന്ന് കൺഫേം ചെയ്യാം? 8.2 സെക്കൻഡ് എന്നങ്ങ് കൺഫേം ചെയ്യാം. ക്ലിയർ ആയോ എൻ്റെ കുഞ്ഞുങ്ങളെ? അപ്പം 90/11 8.1818 എന്ന് പറഞ്ഞാൽ അതങ്ങ് പോത്തേ ഉള്ളൂ. അപ്പം അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന ചോയ്സിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്തിക്കാം. 8.2 സെക്കൻഡ് എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ക്ലിയർ ആയോ? അടുത്ത ചോദ്യം പറയട്ടെ. അടുത്ത ചോദ്യം 17/103നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ് എന്ന ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഈ 17/103ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആര് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാ? ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ തീരുമാനിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാ എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ആര് വരണമെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ 7/103 എന്ന് മാറ്റി എഴുതി. പവർ ഇത്രയും വലിയ പവറിലിട്ട് കാൽക്കുലേഷൻ പറ്റത്തില്ല. പവറിനെ ചെറുതാക്കണം. അതെങ്ങനെയാ? 103 എന്ന പവറിനെ 4 കൊണ്ട് ഹരിക്കുക. എൻ്റെ കുട്ടികൾക്കറിയാം 25 × 4 100 ശിഷ്ടം 3 വരുമല്ലോ. എത്ര പവറിൻ്റെ റിഡക്ഷൻ എങ്ങനെന്നാ ഞാൻ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്ന പവർ എത്രയാണോ അതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം വരുന്നത്, എത്രയാണോ റിമൈൻഡർ വരുന്നത്, അതായിരിക്കണം പുതിയ പവർ. അപ്പം ഇവിടെ 7/103നെ മാറ്റിയിട്ട് 103ൻ്റെ ശിഷ്ടമായ 3 എനിക്കിവിടെ കയറ്റാം. അപ്പോൾ 7/3 എന്നാ ചോദ്യം മാറി. 7/3 7 × 7 × 7 ആണല്ലോ 7/3. അതിൽ 7 × 7 49, 49 × 7 നമുക്ക് ഒറ്റയുടെ സ്ഥാനം മതിയല്ലോ. അപ്പം 49ൽ 9 എടുത്താൽ മതി. 9 × 7 63 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ 63ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആരാ? 3 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി ഈ പറയുന്ന 17/103ൻ്റെ യൂണിറ്റ് പ്ലേസിൽ ആര് വരുമെന്ന് ചോദിച്ചാൽ 3 വരും.
ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കാണാനല്ലല്ലോ ചോദ്യം. ചോദ്യം എന്താ? ഇതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാ? അപ്പം എൻ്റെ കുട്ടികൾ ഒന്ന് ആലോചിച്ചേ. ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്ന ഒരു സംഖ്യയെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിളായിട്ട് 23 എടുക്കാം. 23ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 ആണല്ലോ. ഇതിനെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ 5 ഗുണം 4 20. ശിഷ്ടം എന്ത് തന്നെ വരും? 3 തന്നെ വരും. ഒന്നും കൂടെ ഒരു എക്സാമ്പിളും കൂടെ. 153 ഒറ്റയുടെ സ്ഥാനത്ത് 3 ആണല്ലോ. ഇതിനെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ 30 ഗുണം 5 150. ശിഷ്ടം എന്ത് തന്നെ വരും? ആ 3 തന്നെ വരും. ഏത് സംഖ്യ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. 83 ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നൊരു സംഖ്യ ഞാൻ 5 കൊണ്ട് ഹരിക്കാൻ പോയാൽ 16 ഗുണം 5 80. ശിഷ്ടം 3. ഇനിയും വേണോ എക്സാമ്പിള്? 453 5 കൊണ്ട് ഹരിക്കാൻ പോയാൽ 90 ഗുണം 5 450. ശിഷ്ടം എന്താ? 3. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നൊരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പോയാൽ ഉറപ്പായിട്ടും അവിടെ കിട്ടാൻ പോകുന്ന ശിഷ്ടം എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ആൻസർ 3. അപ്പോൾ ഒന്നുമില്ല, ആദ്യം 17/103 ഒറ്റയുടെ സ്ഥാനത്ത് ആരെന്ന് കണ്ടുപിടിക്കണം. 17 7 മതി. യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആളാ തീരുമാനം എടുക്കുന്നത് ആ ഒറ്റയുടെ സ്ഥാനത്ത് വരണമെന്ന്. അപ്പോൾ അത് 7/103 നമ്മൾ മാറ്റി എഴുതി. പവറിനെ ഒന്ന് ചെറുതാക്കിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 103 എന്ന പവറിനെ ചെറുതാക്കാൻ അതിനെ 4 കൊണ്ട് ഹരിക്കുന്നു. എല്ലാ ചോദ്യത്തിലും പവറിനെ ചെറുതാക്കാൻ 4 കൊണ്ടാണ് ഹരിക്കണ്ടേ. 103നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണോ ശിഷ്ടം വന്നത് അതായിരിക്കണം പുതിയ പവർ. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി എഴുതുന്നു. 7/3 എന്ന് എഴുതുന്നു. 7/3ൻ്റെ വില എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ അത് 3 ആണെന്ന് മനസ്സിലായി. ഇനി ചിന്തിക്കുക, 3 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പോയാൽ എപ്പോഴും ശിഷ്ടം 3 തന്നെ വരുത്തുള്ളൂ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇതും ഒരു പുതിയ പാറ്റേൺ ചോദ്യമാണ്. നേരത്തെ അങ്ങനെ കണ്ടിട്ടില്ല. 2025 വന്നതാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്ലിയർ ആണോ ഇത്രയും? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ചെയ്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ കുട്ടികളെ കണക്കിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. നന്നായി പഠിക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക് യു.